കയ്യടിക്കടാ പന്നികളെ. ഇനി പൂച്ച സാറെന്നും പറഞ്ഞു ഒരുത്തനും ഇങ്ങോട്ട് കേറി വരണ്ട കേട്ടോടാ. എന്തൊക്കെ ബഹളമായിരുന്നു. ഒന്നും മിണ്ടാതെ ഇരിക്കടാ പന്നി. തല്ല് കഴിഞ്ഞിട്ടില്ല. 4 5 6. ഓർത്തു വെച്ചോ കുഞ്ഞെ, ബലം മാത്രം പോരാ, മനസ്സാണ് യഥാർത്ഥ ആയുധം. വീണാൽ എഴുന്നേൽക്കണം, അടിച്ചാൽ മറുപടി കൊടുക്കണം. ഒരു പോരാളി മുഷ്ടിയിൽ മാത്രമല്ല ജയിക്കുക, മനസ്സാണ് നിന്നെ ചാമ്പ്യനാക്കുന്നത്. പേടിയുണ്ടെങ്കിലും മുന്നോട്ട് പോ, പിന്നോട്ടല്ല. 8. അതാ പൂച്ച സാർ എണീറ്റ് വരുന്നു. മക്കളെ, ഇനി ഇടിയുടെ പൊടി പൂരം. നീ ചത്തില്ലടാ പന്നി. എങ്ങനെ വീണാലും 4 കാലി വീഴാൻ പഠിച്ചവനാടാ ഞാൻ. എന്നെ വീഴ്ത്താൻ നീ ഒന്നുകൂടെ മൂക്കണം. അതാ പൂച്ച സാറിന്റെ മിന്നൽ വേഗത്തിലുള്ള ഒഴിഞ്ഞുമാറൽ. പാട്ടി സാർ വീണ്ടും വിയർക്കുന്നു. എന്താടാ, കുറെ നേരം ആയല്ലോ കിടന്ന് ഇടിക്കാൻ നോക്കുന്നു. ഇടി വായുവിൽ മാത്രം കൊള്ളുന്നുള്ളോ? വായുവിലല്ലടാ, നിന്റെ മൂക്കാമാണ്ടെ തന്നെ ഇടിച്ചു തരാടാ ഞാൻ. ഒരു കാര്യം ഉറപ്പായി, പട്ടിസാർ തോറ്റ പട്ടിസാർ ഫാൻസിന്റെ, പൂച്ചസാർ തൊട്ട പൂച്ചസാർ ഫാൻസിന്റെ. ആരുടെയും തെറി ഇന്ന് കമന്റ് ബോക്സ് നിറയും. ചോര തുപ്പുന്ന ഇടി. പൂച്ച സാർ വീണ്ടും ചരിത്രം കുറിക്കുന്നു. തീയുണ്ട പോലെയുള്ള പൂച്ചയുടെ ഒരു അപ്പർ കട്ട്. പട്ടി സാർ അരീനയിൽ തലയിടിച്ച് വീഴുന്നു. 1 2. വീണ്ടും എതിരാളി ഇല്ലാത്ത ഒരേ ഒരു പോരാളി. അത് പൂച്ച സാറാണെന്ന് തെളിയിച്ചിരിക്കുന്നു. 7 8 9. ചരിത്രം വീണ്ടും കുറിച്ച് പൂച്ച സാർ. അരീനയിൽ ഇന്നത്തെ യഥാർത്ഥ രാജാവ്. വിജയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാം എൻ്റെ ഫാൻസ് കാരണമാണ്. നിങ്ങളുടെ വലിയ സപ്പോർട്ടാണ് എന്നെ ഇവിടെ ജയിപ്പിച്ചത്. താങ്ക്സ് എവ്രി വൺ. ചെറു പ്രാണികളുടെ തമ്മിൽ തല്ലുകണ്ടു ബോറടിച്ചോ?